ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹാമി. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടോ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. വേറൊന്നുമല്ല ഗൈസ്, ഇതാണ് എൻ്റെ സ്വന്തം നാട്. എൻ്റെ നാട്ടിൽ കയറി ഞാൻ മാങ്ങ പെറുക്കാൻ കയറിയിരിക്കുകയാണ്. അതായത് നമുക്കിവിടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മേളിലോട്ട് എന്ത് കെട്ടിടമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മേള് ഭാഗത്ത് നമുക്കൊരു മാവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കെട്ടിടക്കാരുടെ അല്ല കേട്ടോ മാവ് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ മാവാണ്. പക്ഷേ അതിങ്ങനെ കാട്ടിലോട്ടാണ് കയറി നിൽക്കുന്നത്. അവർക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ സ്ഥലത്ത് നിൽക്കുന്ന മാങ്ങയാണ്. ഭയങ്കര മധുരം കേട്ടോ ഈ മാങ്ങയ്ക്ക്. ഞാനാണ് തിന്ന് വരുമായിരുന്നു. അത്ര നല്ല കേട്ടോ മാങ്ങ കഴിക്കാനാണെങ്കിലും ഭയങ്കര മധുരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടം ഈ ഭാഗം ഉണ്ടല്ലോ ഭയങ്കര ഒരു കാവ് സെറ്റപ്പ്. അതായത് എന്താ പറയുക, ഒരു സർപ്പക്കാവിലൊക്കെ പോയൊരു വൈബ് അങ്ങനെയാണ്. ഭയങ്കര ഒരു കാട് പിടിച്ച് അങ്ങനെ. ഇത് ഞാനിപ്പോൾ തിന്നുന്നത് വെട്ടിക്കായാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അമ്മ എനിക്ക് പറിച്ച് തന്നിട്ട് അമ്മ എന്നോട് പറയുക, ഇത് വെട്ടിക്ക, നീ തിന്നിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ അമ്മേ മാങ്ങാണ്ടിക്ക് കൂട്ട് വെക്കോ. ഞാനൊരു പോയ വീട് കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, വർഷങ്ങളായിട്ട് പോയി കിടക്കുന്നൊരു വീടാണ്. ഇവിടെ കുറുക്കനൊക്കെ പെറ്റ് കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ഗൈസ്, ഈ വീട്ടിലൊക്കെ ഞങ്ങൾ വരുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഗൈസ്, ഞാനിത് കുറച്ച് സ്പീഡിൽ കാണിക്കുവാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പം നമ്മളൊരു ചെറിയ മോരും വെള്ളം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതായത് ഇപ്പോൾ ഞാൻ പച്ചമുളകെല്ലാം എളുപ്പം അരിഞ്ഞ് മാറ്റുന്നുണ്ട്. നമ്മുടെ മോരിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളകൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ഉള്ളി അരിയുമ്പോൾ തന്നെ പൊതുവേ എനിക്ക് കണ്ണ് നിറയേണ്ടതാണ്. പക്ഷേ എന്തോ എനിക്കിപ്പോൾ ഭയങ്കര കപ്പാസിറ്റിയാണ് ഗൈസ്. ഉള്ളി അരിയുമ്പോൾ അങ്ങനെ കണ്ണൊന്നും നിറയത്തില്ല. ഞാൻ ആക്ച്വലി ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു സന്ധ്യ മയങ്ങിയ സമയത്താണ് കേട്ടോ. പൊതുവെ ഭയങ്കര ചൂടാണ്, പക്ഷേ ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്. ഉള്ളിയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഈ വോയിസ് ഓവർ കൊടുക്കാനും ഭയങ്കര രസമാണ്. ഓരോന്നായിട്ട് ഉള്ളിയൊക്കെ തോലിയാണെന്ന് എടുക്കുന്നില്ല. ഉള്ളിയൊക്കെ തോലി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി കഷ്ണം, പച്ചമുളക്, പിന്നെ നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചമാങ്ങ ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ പച്ചമാങ്ങ ഞാൻ ചേർത്തതിൻ്റെ ബാക്കി എടുത്ത് വെച്ചു. ഇത് കപ്പമാങ്ങ എന്ന് ഞങ്ങളുടെ ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ഇതെല്ലാം പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ തൈര് അതും ചേർത്തിട്ട് എല്ലാം കൂടെ അടിക്കുകയാണ്. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറ്റിയത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചുകൂടെ വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് ഓർത്തു. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ കുടിച്ച് കഴിഞ്ഞു. നല്ല എരിവുണ്ട്, എൻ്റെ ചങ്കൊക്കെ എരിയുന്നു. അപ്പോൾ ഭയങ്കര വെയിലത്ത് നല്ലതാണ്, കുറച്ചുകൂടെ തണുപ്പുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ 11 മണി തൊട്ട് ഒരു 3 മണി വരെ ഉള്ള വെയിൽ ആരും കൊള്ളരുത്. അത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ടോ ഈ മുകളിലോട്ടുള്ള ഈ മരം, ഇത് ഭയങ്കര തണലാണ്. ഇതിന് അശോകമുല്ലേന്നോ നിശാസന്ധ്യയെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പം ഈ ചെടി എന്ന് പറയുമ്പോഴത്തേനും ഒരു വെള്ളപ്പൂവാണ്. അപ്പം പൂക്കുന്ന സമയമല്ല, പക്ഷേ ഇതിങ്ങനെ പടർന്ന് കിടക്കും. പൂത്ത് കഴിഞ്ഞാൽ നിറയെ പൂവാണ്. നോക്കട്ടെ, ഇതിൻ്റെ വീഡിയോ പണ്ടെപ്പോഴും എടുത്ത് പറഞ്ഞാൽ കിടപ്പുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല കേട്ടോ. അപ്പം എന്താ ഭയങ്കര മണമാണ് ഇതിൻ്റെ പൂവിന്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വെയിലാണ്. ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിലാരും കൊള്ളരുത്. ഞങ്ങളിപ്പോൾ രാവിലെ ഒരു സ്ഥലം വരെ പോയി, നിങ്ങൾ കണ്ടു കാണും, നമ്മൾ മാങ്ങയൊക്കെ പെറുക്കിയിട്ട് വന്ന വഴിയാണ്. ഇനി അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചിലപ്പം മാമ്പഴ പുളിശ്ശേരി വെക്കും, അല്ലെങ്കിൽ അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ മാമ്പഴ പുളിശ്ശേരി എന്നും പറയും, മാങ്ങാക്കറി എന്നും പറയും. ഞങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ മാങ്ങകൾ അവൈലബിലിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടൂറ് പോകുന്ന പോലെയൊക്കെയാണ് മാങ്ങ പെറുക്കാൻ നടക്കുന്നത്. ഓരോ സ്ഥലത്ത് നമുക്ക് ഇന്നിടത്തൊക്കെ മാവുണ്ടെന്നറിയാം. അപ്പോൾ അവിടെയൊക്കെ പോയി മാങ്ങ പെറുക്കിക്കൊണ്ടിങ്ങി വരും. അതാണ് മെയിൻ പരിപാടി. അപ്പം നമ്മൾക്ക് ഇന്ന് കാട്ടുമാങ്ങ കിട്ടി, നാട്ടുമാങ്ങ കിട്ടി. കിളിച്ചുണ്ട മാമ്പഴമൊന്നും ആയില്ല, അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ
തൈരിനകത്ത് ഇട്ടൊരു മാങ്ങയില്ലേ, എന്താ നമ്മുടെ ഇവിടെ കപ്പമാങ്ങ എന്നാണ് പറയുന്നത്. വെളിയിലോട്ട് എന്തെങ്കിലും പേര് കാണുമായിരിക്കും, അറിയില്ല. കപ്പമാങ്ങ എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. ഇച്ചിരി വലിയ മാങ്ങയാണത്. അതൊരെണ്ണം. പിന്നെ ഇന്ന് പോയപ്പോൾ ശരിക്കും പറഞ്ഞ് ഇന്ന് മാങ്ങ വാങ്ങാനായിട്ട് പോയ പോലെ ഉണ്ട്. ഇഷ്ടം പോലെ മാങ്ങ കിട്ടി. രണ്ട് ചാക്ക് മാങ്ങ കിട്ടി. ചുമ്മാ പെറുക്കി മടുത്തു. ഇനി അതെല്ലാം പുളിശ്ശേരി വെക്കണം, അല്ലെങ്കിൽ വെറുതെ എടുത്ത് തിന്നണം. പക്ഷേ മാങ്ങ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ഒട്ടും കൊള്ളൂല എന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ മാങ്ങ അങ്ങനെ അധികം തിന്നരുതെന്നാണ് പറയുന്നത്, ഒത്തിരി പഴുത്ത മാങ്ങ. ഗൈസ്, ഫുള്ളൊരു മൂകതയാണ്. ആട് കാർന്ന് കേട്ടോ, ഫുള്ളൊരു മൂകതയാണ്. കാരണം വെയിൽ കാരണം നമുക്ക് എന്താ പറയുക, ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇന്നിവിടെ ഒരു കല്യാണം വിളിക്കാനൊക്കെ ആൾക്കാർ വന്നായിരുന്നു. ഞാനും അമ്മയും കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാങ്ങ പെറുക്കാൻ പോയി. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴാണ് അവർ വന്നത്. അതുകൊണ്ട് അവരെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം ആ കല്യാണത്തിനൊക്കെ നമുക്ക് പോകണം. കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വ്ളോഗൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അമ്മ വന്നില്ലേ ഒന്നും നടക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ പോകും കല്യാണത്തിന്. ഞാനും എൻ്റെ ഇവിടുത്തെ വല്യമ്മയൊക്കെ ആയിട്ട് പോകും. അല്ലെങ്കിൽ അമ്മ വന്നെങ്കിൽ മാത്രമേ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന അമ്മയുടെ ഫോണിലാണ്. എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ല. കേസ് ഇവിടെ നിൽക്കുമ്പോൾ എന്താ സുഖമെന്നറിയോ, നല്ല കാറ്റും നല്ല സുഖവും നല്ല തണുപ്പ്. ഇന്ന് നമുക്ക് വൈകുന്നേരം കുളിക്കാനൊക്കെ പോകണം. തോട്ടിലൊന്നും വെള്ളമില്ല കേസ്. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്, തീരെ വെള്ളമില്ല. നിങ്ങളവിടെയൊക്കെ വെള്ളമുണ്ടോ, മഴ പെയ്തോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ തീരെ മഴയും ഇല്ല, മഴ പെയ്യുന്നേ ഇല്ല. ഇവിടെ ദൈവത്തിന് ഞങ്ങളെ വേണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ തീരെ മഴയും ഇല്ല, ഒട്ടും വെള്ളവും ഇല്ല. ഫുൾ ഒരു ശോകം മൂടാണ്. തോട്ടിലൊക്കെയാണ് വെള്ളമില്ല. ഞങ്ങൾ കുളിക്കുന്ന തോട്ടിലാണ്, പക്ഷെ അവിടെ വെള്ളമില്ല. എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, അത്ര തന്നെ. അപ്പോൾ ശരി, പിന്നെ കാണാം. ഗൈസ്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ തേനെടുത്തതിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ ഇതാ നമ്മളെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ അവസാനിച്ചു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട്, ഇത് ഞായറാഴ്ചയാണ്, ഞാൻ ശനിയാഴ്ച അടുത്ത വീഡിയോ ആയിരുന്നത്. അപ്പം ഇന്നെന്തായാലും ആ വ്ളോഗ് അങ്ങ് അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ആക്ച്വലി ഇന്നലെ അതിൻ്റെ എൻഡിങ് ഷോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് ആണ് ഞാനതിൻ്റെ എൻഡിങ് ഷോട്ട് എടുക്കുന്നത്. അപ്പം ഗൈസ്, ഹോപ്പ് യു ഗൈസ് യു ലവ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ്. സോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.